പരലോകത്ത് വല്ലാത്തൊരു ഹിസാബിന്റെ നിമിഷം. ഒന്ന് പിന്തിച്ചാൽ ഏറ്റവും പ്രാധാന്യത്തോടെ നീ ചോദിക്കുന്നത് എന്ത് എന്നതിന് ഇബാദത്ത് ചെയ്യാനൊരവസരം തരണേ റബ്ബേ എന്നാണ്. ഇസ്തിഗ്ഫാർ പറയാനും ഒന്ന് പൊട്ടിക്കരയാനും ദുആയിരക്കാനും അവസരം തരണേ എന്നാണ്. പരലോകത്തിൻ്റെ കാഠിന്യതയിൽ വല്ലാത്ത ഭയാനകതയിൽ ആ സമയത്ത് രക്ഷപ്രാപിക്കാനുള്ള ഏതെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്താണ് അവൻ്റെ കണ്ണുനീർ പുരണ്ട കണ്ണിൻ്റെ ഇമ അവന് വേണ്ടി ശഫാഅത്ത് പറയും എന്ന് നബി മുഹമ്മദ് മുസ്തഫ അവന് വേണ്ടി റെക്കമെൻഡ് ചെയ്യും. അവൻ്റെ കണ്ണുനീർ പുരണ്ട കണ്ണിൻ്റെ ഇമയിൽ പുരണ്ട ആ കണ്ണുനീർ തുള്ളി അവന് വേണ്ടി റെക്കമെൻഡ് ചെയ്യും. പ്രാർത്ഥന വലിയൊരു ഇബാദത്താണ്, ദുആ വലിയൊരു ഇബാദത്താണ്. ഒന്ന് ശ്രദ്ധിച്ചുവോ, നമ്മളെല്ലാവരും ഓരോ വഖത്തിലും സ്ഥിരമായി ചെയ്യുന്ന പ്രാർത്ഥനയാണ്. അള്ളാഹുവിന് മടുത്തു വരുന്നില്ലല്ലോ. പ്രാർത്ഥനകൾ കൊണ്ട് മടുത്തു വരാത്ത തമ്പുരാൻ, സൃഷ്ടികളുടെ എല്ലാ വേദനകളും അറിയുന്ന തമ്പുരാൻ, എത്രയെത്ര കേട്ടാലും ഒരു മടുപ്പുമില്ലാത്ത റബ്ബ്, ഓരോ വഖത്ത് നിസ്കാരത്തിനും സ്വർഗം ചോദിക്കുന്നു, നരകത്തിൽ നിന്ന് കാവലിടുന്നു. അല്ലാഹുമ്മ അസ്അലുക്കൽ ജന്ന, റബ്ബേ സ്വർഗം തരണേ എന്ന് ചോദിക്കുന്നു, നരകത്തിൽ നിന്ന് കാവലിടും. എല്ലാ വഖത്തിലും മഹത്തുക്കൾ എഴുതി വെച്ച പ്രത്യേകമായ ഫദീലത്തായ ദുആകൾ നമ്മൾ ആവർത്തിച്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നു അല്ലേ. ദുഹറിന് പ്രത്യേകം, അസറിന് പ്രത്യേകം, മഗ്രിബിന് പ്രത്യേകം, അത് പ്രത്യേകം തന്നെ ഉണർത്തി ദുആ ചെയ്യുന്നു. ചുരുങ്ങിയ ദുആ കൊണ്ട് ദുആ പൂർത്തിയാകുന്നു. എത്ര തവണ ആവർത്തിച്ച് ചോദിച്ചിട്ടും ഒരു മടുപ്പും വരാത്ത റബ്ബ്. പക്ഷേ നമ്മുടെ പ്രാർത്ഥന വലിയൊരു ഇബാദത്താണ്. ദുആ ഒത്തിരി ഖുർആൻ ഓതുന്നവരാണ്, ഇബാദത്തുകൾ ചെയ്യുന്നവരാണ്. അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഇരു കരങ്ങളും ഉയർത്തി ദുആ ഇറക്കുക എന്ന ഒരു പ്രാർത്ഥന എന്ന അത്ഭുതകരമായ ഒരു ഇബാദത്താണത്. ഫളീലത്തായ ഒരു ഇബാദത്താണ്. അത് നമ്മളിൽ ചുരുങ്ങുന്നു. കൂട്ടമായിരുന്നുള്ള പ്രാർത്ഥനയിൽ ചുരുങ്ങിപ്പോകുന്നു. ആവർത്തിച്ച് ഇന്ന് ഇസ്മായിലിക്കയുടെ വിഷയം പറയുമ്പോഴും ഒരു ദുആ പ്രിയപ്പെട്ടവരുടെ ഒരു ആമീൻ പ്രതീക്ഷിച്ചിട്ടാണ് പ്രത്യേകം ഉണർത്തിയത്. ആമീൻ പ്രതീക്ഷിച്ചിട്ടാണ്, ദുആ പ്രതീക്ഷിച്ചിട്ടാണ് ആവർത്തിച്ച് ചോദിക്കുന്നു. ഇന്ന് നോമ്പ് തുറ നൽകിയ ആളുകൾക്ക് വേണ്ടി ചോദിക്കുന്നു. നമ്മളെല്ലാവരും കഴിച്ചു ആമീൻ പറയുന്നു. നാളെ അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞു, മറ്റൊരാൾ നോമ്പ് തുറക്കാണ്, അദ്ദേഹം ഈ മുഅ്മിനീങ്ങളുടെ ഒരു ആമീൻ പ്രതീക്ഷിക്കുകയാണ്. എൻ്റെ വൈഫിന് വയ്യ റബ്ബേ, എൻ്റെ മക്കൾക്ക് വയ്യ നാഥ, എൻ്റെ കുടുംബത്തിലെല്ലാം സലാമത്താവാൻ ഇന്നത്തെ നോമ്പ് തുറ റാഹത്താവട്ടെ. നല്ല നിയ്യത്ത് വെച്ചിട്ട് എല്ലാവരോടൊപ്പവും ഇരുന്ന് അദ്ദേഹവും ആമീൻ പറയുന്നു. ആദ്യം നോമ്പ് തുറ നൽകിയ ഞാൻ ഇനി ഒരു ആമീനും വേണ്ട, ഇനി ഒരു നോമ്പ് തുറയും വേണ്ട എന്ന് ചിന്തിക്കുന്നത് എൻ്റെ മനസ്സിൻ്റെ ഒരു കുടുസാണ്. എത്ര എല്ലാ ദിവസവും ചോദിച്ചിട്ടും, അള്ളാന്റെ പള്ളിയിലെ സഹായിച്ചവരെ ചോദിച്ചിട്ടും അള്ളാഹുവിനൊരു മടുപ്പില്ല. പക്ഷേ ചോദിച്ച് കരഞ്ഞിട്ടും റബ്ബിനൊരു മടുപ്പില്ല. റബ്ബിന് ഭയങ്കര ഇഷ്ടമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇവിടെ നിന്ന് വീട്ടിൽ പോയിട്ട് ഒറ്റയ്ക്ക് പള്ളിയിൽ വന്നിരുന്നിട്ട് രാവിലെയൊക്കെ ചിലപ്പോൾ കുറേ സമയം സുബഹ കഴിഞ്ഞിരുന്നിട്ട് കരഞ്ഞിട്ട് ദുആ ചെയ്യുന്ന കുറേ മുഅ്മിനീങ്ങളെ ഇവിടെ കാണാം. അല്ലാഹു ഖബൂലാക്കുമാറാകട്ടെ. അങ്ങനെ ദുആ ഇരന്ന് ശീലിക്കണം. ഒത്തിരി ദുആ ചെയ്യണം. അള്ളാഹുവിന് മടുക്കൂല, നമുക്ക് മടുത്താലും റബ്ബിന് മടുക്കൂല. പരിശുദ്ധ മുത്ത് നബിയുടെ ഫളീലത്തായ ആ മാബൈന ഖബരി വ മിംബരിയിൽ ഇരുന്നിട്ട് ഒരു മഹാനുഭാവൻ, മഹാവ്യക്തിത്വം ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു കരഞ്ഞു ദുആയിരുന്നു. സുന്നത്ത് നിസ്കരിക്കും, ബുഖാരിയിലെ ഓരോ ബാബിനും മഹാനവറുകൾ പേര് വെക്കും. എവിടെ നിന്നാണ്? മുത്തുനബിയുടെ ഫളീലത്തായ മാബൈന ഖബരി വ മിംബരി റൗള ശരീഫിലിരുന്ന്. മഹത്തുക്കൾ പറയുന്നു, ആ പുണ്യസ്ഥലത്തിന്റെ സ്ഥാനം മഹാനവറുകൾ അവിടുത്തെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചു, മഹത്തുക്കൾ എഴുതി വെച്ചു. ഇമാം നബവി റളിയല്ലാഹു അൻഹു എഴുതി വെച്ചു. ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു അവിടുത്തെ അശ്ശിഫാഇന്റെ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചു. മുത്തുനബിയുടെ ഫളീലത്തായ ജസദ് ടച്ച് ചെയ്ത തുർബത്തു ശരീഫ, ആ ഫളീലത്തായ മണ്ണിന്റെ മഹത്വം പറയുന്നു. കഅബത്തിനേക്കാൾ സ്ഥാനം നബി മുഹമ്മദ് മുസ്തഫ, സ്വർഗത്തിനേക്കാൾ സ്ഥാനമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മുത്തുനബിയോട് വല്ലാത്ത ഹുബ്ബാണ് ഈ പ്രകടമാകുന്ന വാക്ക്. അർശിനേക്കാൾ മഹത്വമെന്ന് ആ പുണ്യ മണ്ണിന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തോടുള്ള ഹുബ്ബ് കൊണ്ട് പറയുന്ന വാക്കാണ്. കഅബയേക്കാൾ മഹത്വമെന്ന് ആ ഫദീലത്തായ മക്കാനിന് പറയാണ്. അതുകൊണ്ട് ഇന്ന് പറയുന്നൊരു വിഷയം, ഇന്നത്തെ തറാവീഹിന്റെ പോരിശയാണ്. അഅ്താഹുല്ലാഹു തആല മിഥ്ല മൻ സ്വല്ലാ ഫിൽ മസ്ജിദിൽ ഹറാമി വൽ മസ്ജിദിൽ മദീന വൽ മസ്ജിദിൽ അഖ്സ
ഫളീലത്തായ മസ്ജിദുൽ ഹറാമിലെ 1,00,000 പ്രതിഫലം കിട്ടുന്ന സ്ഥലത്തുള്ള നിസ്കാരത്തിന്റെ പ്രതിഫലം, മസ്ജിദുൻ നബവി 1000 മടങ്ങ് പ്രതിഫലം കിട്ടുന്ന മസ്ജിദുൻ നബവിയിലെ ഇബാദത്തിന്റെ പ്രതിഫലം, മസ്ജിദുൽ അഖ്സ ബൈത്തുൽ മുഖദ്ദസ് പുണ്യഭൂമി പരിശുദ്ധമായ ഫലസ്തീനിലെ ആ പുണ്യഭൂമിയിലെ മസ്ജിദുൽ അഖ്സയിലെ 500 മടങ്ങ് പ്രതിഫലം കിട്ടുന്ന ആ ഒരു 3 വലിയ പോരിശയാക്കപ്പെട്ട പള്ളിയിലെ ഇബാദത്തിന്റെ പ്രതിഫലമാണ് ഇന്നത്തെ തറാവീഹിന്റെ പ്രതിഫലം. ഇന്നലത്തെ തറാവീഹിന്റെ പ്രതിഫലം എന്താ പറഞ്ഞേ എന്ന് പറയാമോ? ഇന്നലത്തെ തറാവീഹിന്റെ പ്രതിഫലം അല്ലാഹു, ഞാനും മറന്നു, നിങ്ങളോടൊപ്പം ഞാനും കൂടി എല്ലാവരും മറന്നു. ഇന്നലത്തെ തറാവീഹിന്റെ അവർക്ക് ഓർമ്മയില്ല. ജബ്ബാറൊക്കെ സൂക്ഷിച്ചു നോക്കുന്നു, ഓർമ്മ എന്താ? തൗറാത്ത്, സബൂർ, ഇഞ്ചീൽ, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിന്റെ പ്രതിഫലം ഇന്നലെ തറാവീഹ്. ഇന്ന് ഫദീലത്ത് പറഞ്ഞ എന്താണ്? ഈ 3 ഫദീലത്തായ പള്ളിയിലെ നിസ്കാരത്തിന്റെ പ്രതിഫലം. അപ്പം മദീനയെ ഒന്ന് ഓർക്കാൻ, കൂടുതൽ അടുത്തറിയാൻ വേണ്ടി ഒന്ന് പ്രത്യേകം പറഞ്ഞതാണ്. പുണ്യ മദീന നമ്മുടെ മോഹമാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധരായ മഹത്തുക്കൾ രേഖപ്പെടുത്തുന്നത് അഷ്റഫുൽ ഖൽഖാണ് മുത്തുനബി. അതുകൊണ്ടാണ് അവിടത്തേക്ക് ഇത്ര സ്ഥാനം പറഞ്ഞത്. ബൈത്തുള്ള സത്തയുടെ പവിത്രത പറഞ്ഞാൽ കഅബ ഷരീഫിനാണ് ഇബാദത്തിന് വലിയ സ്ഥാനം. അതുകൊണ്ടാണ് 1,00,000 പ്രതിഫലം പറഞ്ഞത്. അഷ്റഫുൽ ഖൽഖ്, സൃഷ്ടികളിൽ ഏറ്റവും പോരിശയാക്കപ്പെട്ട മുത്തുനബി റബ്ബിന്റെ ഹബീബാണ്, ഹബീബുള്ളയാണ്, അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് മുത്തുനബി. അതുകൊണ്ടാണ് ആ മണ്ണിന് ഏറ്റവും ഫദീലത്തായ സ്ഥാനം വന്നത്. ആ മണ്ണിന്റെ പ്രത്യേകത, അവിടത്തെ ഗന്ധം, അവിടത്തെ ഹൃദ്യമായ ഗന്ധം, വല്ലാത്തൊരു വാസന, മണം, 10,000-കണക്കിന് സുഗന്ധദ്രവ്യത്തെക്കാൾ, പൂക്കളെക്കാൾ ഹൃദ്യമാണ് അവിടത്തോടുള്ള ഹുബ്ബ് കൊണ്ട് മഹത്തുക്കൾ എഴുതി വെച്ചത്. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫളീലത്തായ പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ബുഖാരിയാണ് ഹദീസ് ഏറ്റവും പ്രബലമായ ഗ്രന്ഥം. അവിടുത്തെ മഹാനായ ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹു ശാഫി മദ്ഹബുകാരനാണ്. മഹാനൂർ അവിടെ ഇരുന്നിട്ടാണ് ബുഖാരിയിലെ ഓരോ ബാബിലും പേര് വെച്ചത്. അതുകൊണ്ട് പിഴവ് പറ്റൂല, ഒരു തെറ്റും പറ്റൂല. ബാബിന്റെ പേര് നല്ല ഹെഡിങ് ആണ്, പവറുറ്റ ഹെഡിങ് തന്നെയാണ്. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇബാദത്തുകൾക്ക് വലിയ പ്രതിഫലം അള്ളാഹു നസീബാക്കട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അർഹമർ റഹീമായ അല്ലാഹ്, കൃപയുള്ള പടച്ചവനെ റബ്ബേ, ഞങ്ങളുടെ ഈ സംഗമത്തെ സ്വീകരിക്കണേ നാഥ. പാപങ്ങൾ ഞങ്ങൾക്ക് പുറത്തു തരണേ റബ്ബേ. പരിശുദ്ധ റമദാനിൽ ഇതുവരെ ഞങ്ങൾക്ക് നോമ്പ് പിടിക്കാൻ ഭാഗ്യം തന്ന നാഥ, ഈ റമദാന്റെ അവസാനം വരെ തൗഫീഖ് തരണേ റബ്ബേ. ഇബാദത്തിന് അവസരം ഒരുക്കണേ റബ്ബേ. ഇഖ്ലാസ് തരണേ റബ്ബേ. ദീർഘായുസ് തരണേ റബ്ബേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ പ്രയാസങ്ങൾ, വിഷമങ്ങൾക്ക് പരിഹാരം തരണം റബ്ബേ. കുടുംബത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ രക്തബന്ധുക്കൾ, മുസാഫത്ത് ബന്ധുക്കൾ, ഞങ്ങളുടെ ഉലമാക്കളിൽ മരണപ്പെട്ടു പോയവർക്ക് ജന്നാത്തുൽ ഫിർദൗസ് നൽകണേ അല്ലാഹ്. വിശിഷ്യ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഇന്ന് തറാവീഹിന് ശേഷം ഭക്ഷണം കൊടുക്കുന്നു അവരുടെ കുടുംബത്തിൽ നിന്ന് ഇസ്മായിലിക്ക, തമ്പിക്കാട് പ്രിയപ്പെട്ടവരുടെ ഖബറിടം ജന്നാത്തുൽ ഫിർദൗസ് ആക്കണേ അല്ലാഹ്. ആ കുടുംബത്തിൽ നിന്ന് ആരൊക്കെ മരണപ്പെട്ടു പോയോ അവർക്കെല്ലാം മഗ്ഫിറത്ത് നൽകണേ നാഥ, മർഹമത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹു അവരുടെ ഖബർ ജന്നാത്തുൽ ഫിർദൗസ് ആക്കണേ അല്ലാഹ്. പാപങ്ങൾ പുറക്കണേ അല്ലാഹ്. പടച്ചവനെ, നിന്റെ പ്രിയപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ അവരെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ മണ്ണറയിലുള്ള മുഴുവൻ പേരെയും ഉൾപ്പെടുത്തണേ റഹ്മാൻ. ഞങ്ങളുടെ മാതാപിതാക്കളിൽ മരണപ്പെട്ടു പോയവരോട് ജന്നാത്തുൽ ഫിർദൗസ് നൽകണേ റബ്ബേ. ഹയാത്തിലുള്ളവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റബ്ബേ. ഇന്ന് നോമ്പ് നൽകിയ കുടുംബത്തെ അനുഗ്രഹിക്കണേ അല്ലാഹ്. അവരുടെ സന്ദേശങ്ങളെ സഫലീകരിക്കണേ റബ്ബേ. അവരെയും ഞങ്ങളെയും എല്ലാം റബ്ബിയാനിന്റെ ബാബിലൂടെ വിളിക്കണേ റബ്ബേ. ഖൈറിന്റെ അഹ്ലുകാരാക്കി അവരെയും ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. നോമ്പിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ പരിശുദ്ധ റമദാനിൽ നോമ്പ് നൽകിയ മുഴുവൻ ആളുകളെയും നൽകുന്നവരെ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് കഴിയുന്നവയ്ക്കൊക്കെ ഞങ്ങൾ പങ്കായിട്ടുണ്ട്, കബൂലാക്കണേ റബ്ബേ. പരിശുദ്ധമായി പള്ളിക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്ത എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. നീ അവർക്ക് കൂട്ടാകണേ അല്ലാഹ്. അവരുടെ മുഴുവൻ കാര്യങ്ങളും നീ ഏറ്റെടുക്കണേ അല്ലാഹ്. ബിഹഖ്ഖിൻ നബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.